പരിപൂർണ്ണ ഇപ്പം ജൻസികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എപ്പോഴും പറയുന്നതാണ് ജൻസികൾ പൊളിറ്റിക്കൽ ആണ് എന്നുള്ളത്. ഇപ്പം വന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറയുന്നതിൽ ഒരു കാരണം NTA ഇപ്പോൾ ചെയ്തോട്ടെ ഇപ്പോൾ OSM +2 CBSE മാർക്കിംഗ് ആണെങ്കിൽ പോലും അതിൽ വരുന്ന വീഴ്ച കൊണ്ട് എത്രയോ കുട്ടികൾ ഇവിടെ സൂയിസൈഡ് ചെയ്യാണ്. ഇത് നമുക്ക് ഒരിക്കലും സൂയിസൈഡായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ രോഹിത് വെമുല ആണെങ്കിൽ പോലും ഇത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡർ ആയിട്ട് തന്നെയാണ് കാണേണ്ടത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോക്രോച്ചുകളുടെ പ്രതിഷേധം രാജ്യതലസ്ഥാനത്ത് അലയടിക്കുകയാണ്. മലയാളികൾ കൂടി പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ചില വിദ്യാർത്ഥികൾ കൂടി ഇപ്പോൾ മീഡിയ വണ്ണിനോടൊപ്പം ചേരുകയാണ്. എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് ഈ കോക്രോച്ചിൻ്റെ നിലപാടുകളോട് എങ്ങനെയാണ് പിന്തുണ നൽകുന്നത്? ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ PGയും അതേപോലെ UGയും ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റ് കേവലം ഈ കോക്രോച്ച് പാർട്ടി തുടങ്ങിയതായിട്ടാണ് നമുക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് തന്നെ പല സംഘടനകളും ഫ്രട്ടേണിറ്റിയും അതേപോലെ തന്നെ ISA ആയാലും അതെ SFI ആയാലും അതെ പല സംഘടനകളും ഇതേ സ്ഥലത്ത് തന്നെ പ്രൊട്ടസ്റ്റ് നടത്തിയിരുന്നു. പ്രധാനമന്ത്രിയല്ല വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റും പല ക്യാമ്പസുകളിലായിട്ടും ക്യാമ്പസുകളുടെ പുറത്തായിട്ടും നടന്നിരുന്നു. നിരന്തരമായിട്ട് ഇപ്പോൾ ഭരണത്തിൽ വന്നിട്ട് പല വർഷങ്ങളായിട്ടും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോർച്ചയും അതേപോലെ തന്നെ വിദ്യാർത്ഥികളോടുള്ള ഒരു വിവേചനം. എക്സാം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കേന്ദ്ര ഏജൻസികൾ ഉണ്ടാക്കിയിട്ട് പോലും അതിന് വ്യക്തമായ രീതിയിൽ നല്ല രീതിയിൽ വൃത്തിക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ രീതിയിൽ തന്നെ നടത്താൻ പറ്റുന്നില്ല അവർക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നമ്മളെ ഇവിടെ ശബ്ദമുയർത്തേണ്ടത് നമ്മളെ ബാധ്യതയാണ്. ആ ബാധ്യതേൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് സോളിഡാരിറ്റി അർപ്പിക്കുക എന്നുള്ളത് നമ്മളെ ബാധ്യതയായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകരാണ്. അപ്പോൾ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രൊട്ടസ്റ്റിന് സോളിഡാരിറ്റി എന്ന രീതിയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. പല വിയോജിപ്പുകളുണ്ടെങ്കിലും ഇങ്ങനൊരു പീസ്ഫുള്ളായ പ്രൊട്ടസ്റ്റ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള സംശയമാണെങ്കിലും ഇതേപോലുള്ള പ്രൊട്ടസ്റ്റുകളാണ് പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും പല മാറ്റങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വേണം എന്നുള്ളത് തന്നെയാണ് വേദന. കാരണം നമ്മൾ പലവട്ടം വായ അടച്ച് നിൽക്കുന്നതോറും അവർ നമ്മുടെ തലയിൽ കയറി കളിക്കാനാണ് നോക്കുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനത്തെ പ്രതിഷേധങ്ങൾ വെച്ച് മുന്നേറി പോകാനും സമാധാനപരമായിട്ടും അതുപോലെ തന്നെ നല്ല രീതിക്ക് പ്രതിഷേധം നടത്തണമെന്ന് ഞാൻ ആഗ്രഹപ്പെടുന്നു. എങ്ങനെയാണ് പ്രതിഷേധത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുകയാണ്? പരിപൂർണ്ണ ഇപ്പം ജൻസികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എപ്പോഴും പറയുന്നതാണ് ജൻസികൾ പൊളിറ്റിക്കൽ ആണ് എന്നുള്ളത്. ഇപ്പം വന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറയുന്നതിൽ ഒരു കാരണം NTA ഇപ്പോൾ ചെയ്തോട്ടെ ഇപ്പോൾ OSM +2 CBSE മാർക്കിംഗ് ആണെങ്കിൽ പോലും അതിൽ വരുന്ന വീഴ്ച കൊണ്ട് എത്രയോ കുട്ടികൾ ഇവിടെ സൂയിസൈഡ് ചെയ്യാണ്. ഇത് നമുക്ക് ഒരിക്കലും സൂയിസൈഡായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ രോഹിത് വെമുല ആണെങ്കിൽ പോലും ഇത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡർ ആയിട്ട് തന്നെയാണ് കാണേണ്ടത്. അപ്പം രാജ്യത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന കുട്ടികളോട് അത്യാവശ്യം അക്കൗണ്ടബിൾ ആവേണ്ട ഏജൻസികൾ കുട്ടികളോട് ഒരു തരത്തിലും അക്കൗണ്ടബിലിറ്റി കാണിക്കാത്ത സ്ഥിതിക്ക് പിന്നെ അവിടെ ഉള്ളത് നമ്മൾ ഡെമോക്രാറ്റിക് റൈറ്റ് ടു ഡിസെൻഡ് അല്ലെങ്കിൽ റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് എന്നുള്ളത് അവിടെ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വലിയ തോതിലുള്ള പിന്തുണ ഈ രാജ്യത്തെ പരീക്ഷാ ക്രമക്കേടുകളിൽ മലയാളികൾ കൂടിയായിട്ടുള്ള വിദ്യാർത്ഥികൾ പങ്കുവെക്കുകയാണ്. മലയാളികൾ മാത്രമല്ല പല ദേശങ്ങളിൽ നിന്നും പല മേഖലകളിൽ നിന്നും വന്ന ആളുകളാണ് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി എത്തിയിട്ടുള്ളത്. എന്തായാലും ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നിന്നും ആരിഫ് മുഹമ്മദിനോടൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ.